ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ദശാംശ രീതികൾ എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 77 മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നോക്കൂ, ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഹെഡിങ്ങിൻ്റെ താഴെയുള്ള ഭാഗമായിട്ടോ നോക്കുന്നത്. 10 മീറ്റർ നീളമുള്ള ഒരു കയർ 2 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 10 മീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മീറ്റർ ആണല്ലോ, നമുക്ക് അറിയുന്ന കാര്യമാണ്. 10ൻ്റെ പകുതി 5 മീറ്ററാണ്. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 5 മീറ്റർ വീതമാണ്. ഇത് ഹരണമായിട്ടും എഴുതാം. എങ്ങനെയാണ്? 10 ഹരിക്കണം 2 സമം 5 എന്ന് എഴുതാം അല്ലേ? 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 അല്ലേ കിട്ടുന്നത്? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കൂ, 10.4 മീറ്റർ കയറാണെങ്കിലോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ നോക്കൂ, ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? 10ൻ്റെ പകുതി 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ഒരു 0.4 കൂടെ അല്ലേ? അതിൻ്റെ പകുതി എത്രയാണെന്നും കൂടെ കാണണം അല്ലേ? നല്ലല്ലേ അത് പിന്നെ പകുതിയാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കൂ, 0.4ൻ്റെ പകുതി എത്രയാണ്? 0.2 തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് പരിശോധിക്കുക? 0.4നെ 2 കൊണ്ട് ഹരിക്കുക. അതായത് 0.4 ഇൻറ്റു 1/2 അല്ലേ? അതിൻ്റെ പകുതി കാണാൻ എന്ത് ചെയ്താൽ മതി? 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0.4 എന്നുള്ളതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭിന്നസംഖ്യയാക്കിയിട്ട് മാറ്റണം. 0.4നെ എങ്ങനെയാണ് മാറ്റുക? 4/10 ആണ് അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ആയതുകൊണ്ട് 10 കൊണ്ട് ഹരിക്കുന്ന രീതിയിൽ എഴുതിയാൽ മതി. അപ്പോൾ 4/10 എന്ന് എഴുതാം. 0.4ന് പകരമാണ് കേട്ടോ 4/10 എന്ന് എഴുതിയത്. ഇനി അതിനെ 1/2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4/10 ഗുണിക്കണം 1/2. ഇനി എന്താ ചെയ്യുക? അംശങ്ങൾ തമ്മിലും ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിലും ഗുണിക്കുക. അംശങ്ങൾ ഏതൊക്കെയാണ്? 4ഉം 1ഉം ആണ്. അപ്പം 4നെ 1 കൊണ്ട് ഗുണിച്ചാൽ 4 തന്നെ കിട്ടും. അപ്പോൾ അത് അംശമായിട്ട് എഴുതുക. ഛേദം എന്തൊക്കെയാണ്? 10ഉം 2ഉം ആണ്. 10നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴോ 20 എന്ന് കിട്ടും. അപ്പോൾ അത് ഛേദമായിട്ടും എഴുതുക. അപ്പം 4/20 എന്ന് കിട്ടിയില്ലേ? ഇനി നോക്കൂ, 4/20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ നോക്കൂ, 4ലും 2 ഉണ്ട്, 20ലും 2 ഉണ്ട്. 4ൽ എത്ര 2 ഉണ്ട്? 2 2ആണുള്ളത്. അപ്പോൾ 2 എന്ന് മേലെ എഴുതുക. താഴെയോ 20ൽ എത്ര 2 ഉണ്ട്? 10 2ആണുള്ളത്. അപ്പോൾ 10 എന്ന് താഴെ എഴുതുക. അപ്പോൾ 2/10 എന്ന് എഴുതാം അല്ലേ? 4/20നെ ചെറുതാക്കി എഴുതുമ്പോൾ 2/10 എന്നായി. ഇനി 2/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം. 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ 0.2 എന്ന് കിട്ടും അല്ലേ? 0.2 എന്ന് കിട്ടും. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? ആദ്യം നമ്മൾ 5, 10ൻ്റെ പകുതി 5 പറഞ്ഞു. പിന്നെ 0.4ൻ്റെ പകുതി 0.2 ആണ്. അപ്പോൾ 5.2 മീറ്റർ ആണ്. നമുക്ക് ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഹരണമായിട്ട് എഴുതാം അല്ലേ? എങ്ങനെയാണ്? 10.4 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5.2 ആണ്. 10.4ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 5.2 ആണ് അല്ലേ? ഇനി നോക്കൂ, വേറൊരു ചോദ്യം നോക്കൂ. 24.8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് കൊണ്ട് ഒരു സമചതുരം ഉണ്ടാക്കി. അതിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 4 വശങ്ങളാണുള്ളതില്ലേ? അപ്പോൾ 4ൽ 1 കാണേണ്ടത്. അപ്പോൾ 24.8 എന്നുള്ളതിൽ 24ൻ്റെ 4ൽ 1 എത്രയാണ്? 6 ആണല്ലേ? 6 4 24 എന്ന് പറയുന്നത്. അപ്പോൾ 24ൻ്റെ 4ൽ 1 എന്ന് പറഞ്ഞാൽ 4 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം, അത് 6 ആണ് അല്ലേ? ഇനി അതേപോലെ തന്നെ 0.8ൻ്റെ 4ൽ 1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 0.8ൻ്റെ 4ൽ 1 കാണാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? 0.8 ഇൻറ്റു 1/4 കാണാം. അപ്പോൾ നോക്കുക, 0.8നെ നമുക്ക് ആദ്യം ഭിന്നസംഖ്യയാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഭിന്നസംഖ്യയാക്കി മാറ്റുമ്പോൾ എത്രയാണ്? 8/10 അല്ലേ? 0.8 ഒരു സ്ഥാനം ആയതുകൊണ്ട് 10 ആണ് വേണ്ടത്. അപ്പോൾ 8/10 എന്ന് കൊടുക്കുക. പിന്നെ ഗുണിക്കണം 1/4 തന്നെ. അപ്പോൾ 8/10 ഇൻറ്റു 1/4 ആണ് നമ്മൾ കാണേണ്ടത്. അതെത്രയാണ്? അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതുപോലെ ഛേദങ്ങൾ തമ്മിലും ഗുണിക്കുക. അംശം എത്രയാണ്? 8ഉം 1ഉം ആണ്. 8 ഇൻറ്റു 1 എത്രയാണ്? 8. അപ്പോൾ അത് എഴുതുക അംശമായിട്ട്. പിന്നെ ഛേദങ്ങൾ എത്രയാണ്? 10ഉം 4ഉം ആണ് അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 4 എന്ന് 40 എന്നുള്ളത് ഛേദമായിട്ടും എഴുതുക. അപ്പോൾ 8/40 എന്ന് കിട്ടിയല്ലോ. ഇനി 8/40നെ ഒന്ന് ചെറുതാക്കണം. ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ താഴെ 10 വരുന്ന രീതിയിൽ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ അതിനാണ് 10 വരുന്ന താഴെ ഛേദമായിട്ട് 10 വരുന്ന രീതിക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ 8/40 എന്നുള്ളതിനെ മാറ്റാൻ ഒന്നെങ്കിൽ നമുക്ക് ആദ്യം 2 കൊണ്ടാക്കി വീണ്ടും 2 കൊണ്ടാക്കി അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 4 കൊണ്ടാക്കാം അല്ലേ? 8ലും ഉണ്ട് 4, 40ലും ഉണ്ട് 4 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? പിന്നെ മുകളിലുള്ള 8നെ 4 കൊണ്ട് ഇതാക്കുമ്പോൾ എത്രയാണ്? എത്ര 4ആണ് 8ലുള്ളത്? 2 4 അല്ലേ? അപ്പോൾ 2 എന്ന് എഴുതാം അംശമായിട്ട്. പിന്നെ 40ൽ എത്ര 4 ഉള്ളത്? 10 ആണ്. അപ്പോൾ ഛേദമായിട്ട് 10 എന്നും എഴുതാം. അപ്പോൾ 2/10 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പോയിന്റ് ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി അല്ലേ? 2/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ആണ് അല്ലേ? ഒരു സ്ഥാനം 10 ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥാനമാണ് മാറ്റി കുത്തിടേണ്ടത്. അപ്പോൾ 0.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 6 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ 24ൻ്റെ 4ൽ 1 ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു 0.2 കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം എത്രയായി? 6ഉം 0.2 കൂടെ 6.2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. അതായത് ആ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 6.2 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ നമ്മൾ ഹരണ രൂപത്തിലും എഴുതാം. എങ്ങനെയാണ്? 24.8 ഹരിക്കണം 4 സമം 6.2 ആണ് എന്ന് എഴുതാൻ പറ്റും. അതായത് 24.8ൻ്റെ
4/1 എന്ത് 6.2 എന്ന് പറയുന്നത്. ഒരു വശത്തിൻ്റെ നീളാണത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 23.2 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് കൊണ്ട് ഒരു സമചതുരം ഉണ്ടാക്കി. അതിന്റെ വശങ്ങളുടെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റും. അതായത് 23ന്റെ 4/1 കണക്കാക്കുക, പിന്നെ 0.2ന്റെ 4/1 കണക്കാക്കുക. പറഞ്ഞാൽ 23ന്റെ തന്നെ നമുക്ക് എന്താ വരും, പോയിന്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒന്നിച്ചങ്ങ് ചെയ്യാം. അതായത് 23.2നെ തന്നെ നമുക്ക് ഭിന്നസംഖ്യയാക്കിയിട്ട് മാറ്റിയിട്ട് അതിന്റെ 4 ഭാഗം കണക്കാക്കാം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 23.2 × 1/4 നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിൽ 23.2 നമ്മൾ ഭിന്നസംഖ്യയാക്കി മാറ്റുമ്പോൾ എത്രയാണ് കിട്ടുക? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ആയതുകൊണ്ട് 10 കൊണ്ട് ഹരിക്കുന്ന രീതിയിലാണ് എഴുതേണ്ടത്. അതായത് 232/10 എന്നാണ് എഴുതേണ്ടത് അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ആയതുകൊണ്ടാട്ടോ 10 എന്ന് എഴുതിയത്. 2 സ്ഥാനമാണെങ്കിൽ എന്തായിരിക്കും? 100. അങ്ങനെ എത്ര സ്ഥാനങ്ങളുണ്ടോ അതിനനുസരിച്ച് പൂജ്യങ്ങൾ എണ്ണാണ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത്. ഇപ്പം നോക്കൂ, 23.2 എന്നുള്ളത് എന്തായി മാറി? പിന്നെ 232/10 എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അതിനെ 1/4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എങ്ങനെയാണ് 232/10 × 1/4 കാണുക? നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ച പോലെ തന്നെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതുപോലെ ഛേദങ്ങൾ തമ്മിലും ഗുണിക്കുക. ഇപ്പോൾ നോക്കൂ, അംശങ്ങൾ ഏതൊക്കെയാണ്? 232ഉം 1ഉം ആണ് അല്ലേ. 232 × 1 എത്രയാ? 232 തന്നെയാണ്. അപ്പോൾ അംശമായിട്ട് നമുക്ക് 232 തന്നെ എഴുതാം. ഛേദോ 10ഉം 4ഉം ആണ് അല്ലേ. 10 × 4 എത്രയാണ്? 40 ആണ്. അപ്പോൾ ഛേദമായിട്ട് 40 എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 232/40 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? അതിനൊന്ന് ചെറുതാക്കണം അല്ലേ. 232/40 എന്നുള്ളതിനൊന്ന് ചെറുതാക്കണം. അപ്പോൾ നോക്കൂ, താഴെയുള്ള 40നെ ആദ്യം ചെറുതാക്കാം. 40ന് എന്താക്കാം? 10 വരുന്ന രീതിയിൽ. 10 × എത്രയാണ്? 40. 10 × 4 അല്ലേ. അപ്പോൾ 40 എന്നുള്ളതിന് പകരം നമുക്ക് താഴെ പിന്നെ ഛേദമായിട്ട് 10 × 4 എന്ന് കൊടുക്കാം. അതുപോലെ അപ്പോൾ അതിൽ 4 എന്നുള്ളത് ഒഴിവാകാൻ വേണ്ടിയിട്ട് മേലുള്ളതും 4 കൊണ്ട് വരുന്ന രീതിയിൽ എഴുതണം. അതായത് 4 × എത്രയാണ്? 232 എന്നാണ് നോക്കേണ്ടത്. ഇത് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 232നെ 4 കൊണ്ടൊന്ന് ഹരിച്ചു വയ്ക്കാലും മതി. അപ്പോൾ നമുക്ക് 58 എന്ന് കിട്ടും അല്ലേ. 58 × 4 എന്ത് കിട്ടുന്നത്? 232 എന്ന് കിട്ടുന്നത്. ഇനി നോക്കൂ, ആ 4ഉം 4ഉം വെട്ടിപ്പോവും. മേലും താഴെയുള്ള 4 വെട്ടിപ്പോവും. ബാക്കി എന്താ ഉള്ളത്? 58/10 അല്ലേ. അപ്പം 58/10 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഒന്ന് മാറ്റി കുത്തിട്ടാൽ മതി അല്ലേ. 10 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമാണ് മാറ്റി കുത്തിടേണ്ടത്. അപ്പം 5.8 എന്ന് കിട്ടും. അതായത് ഒരു വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5.8 സെന്റിമീറ്റർ ആണ്. ഇത് ഹരണക്രിയ രീതിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? 23.2നെ 4 കൊണ്ട് ഹരിച്ചാൽ 5.8 കിട്ടും. അപ്പോൾ 23.2 ഹരിക്കണം 4 = 5.8 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. കൂടുതൽ കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? 34.4 കിലോഗ്രാം അരി 8 പേർക്ക് ഒരേപോലെ വീതിച്ചു. ഒരാൾക്ക് എത്ര കിലോഗ്രാം അരി കിട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ 34.4നെ എന്ത് ചെയ്യുക? ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ 8 ഭാഗം കണക്കാക്കിയാൽ മതി അല്ലേ. അപ്പോൾ നോക്കൂ, 34.4 × 1/8 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ 34.4 എന്നുള്ളതിന് ആദ്യം നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 34.4 അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് 10 ആണ് എഴുതേണ്ടത്. അപ്പോൾ 344/10 എന്ന് എഴുതുക. എന്നിട്ട് അതിനെ 1/8 കാണാം. അതിനെ 1/8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? നോക്കൂ, അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതുപോലെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 344 × 1 അംശമായിട്ട് വരുന്നത് അല്ലേ. 344 1ആണ്. അപ്പോൾ അതിനെ ഗുണിക്കുമ്പോൾ എന്താ കിട്ടുക? 344 തന്നെ കിട്ടും. പിന്നെ ഛേദമായിട്ട് വരുന്നത് എന്താണ്? 10ഉം 8ഉം ആണ്. 10 × 8 എത്രയാ? 80 എന്ന് ഛേദമായിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ 344/80 എന്ന് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിനൊന്ന് ചെറുതാക്കണം അല്ലേ. അപ്പോൾ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഛേദത്തിനെ ചെറുതാക്കി നോക്കാം. എന്നാലാണ് നമുക്ക് അംശം ഏത് രീതിയിൽ എഴുതണം എന്ന് മനസ്സിലാവുക. അപ്പോൾ നോക്കൂ, ഛേദം 80 ആണ്. 80 എന്നുള്ളതിനെ 10 വരുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുക. അപ്പോൾ 80 എന്നുള്ളതിനെ 10 വരുന്ന രീതിയിൽ എഴുതുമ്പോൾ 10 × 8 എന്ന് എഴുതാം അല്ലേ. 10 × 8 അല്ലേ 80 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഛേദമായിട്ട് 10 × 8 എന്ന് എഴുതി. ഇനി അംശത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ 8 വരുന്ന രീതിയിലാണ് എഴുതേണ്ടത്. എന്നാലാണ് വെട്ടിപ്പോവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ 8 വരുന്ന രീതിയിൽ എഴുതണമെങ്കിൽ 344 എത്ര 8 ഉണ്ട് എന്ന് നോക്കണം അല്ലേ. എന്നാലല്ലേ അത് കഴിയുള്ളൂ. അപ്പോൾ 344 എത്ര 8 ഉണ്ട് നോക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 344 8 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 43 എന്ന് കിട്ടൂല. അപ്പോൾ 43 × 8 ആണ് എന്ത്? 344 എന്ന് പറയുന്നത്. അപ്പോൾ അംശമായിട്ട് നമ്മൾ 43 × 8 എന്ന് എഴുതി. ഇപ്പം എന്തൊക്കെ എഴുതി? 43 × 8/10 × 8 എന്ന് എഴുതി. ഇനി ആ മുകളിലും താഴെയും ഒരേപോലെയുള്ളത് നമുക്ക് വെട്ടി ഒഴിവാക്കാം. അപ്പോൾ 8 2 ഭാഗത്തുണ്ടല്ലോ, കോമൺ ആയിട്ടുള്ളതല്ലേ. അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്? 43/10 എന്ന് കിട്ടൂലേ. 43/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതി. അതായത് 4.3 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അതായത് ഒരാൾക്ക് എത്ര കിട്ടുന്നത്? 4.3 കിലോഗ്രാം അരിയാണ് കിട്ടുക എന്ന് സാരം.
അതിനെ ഹരണക്രിയ രീതിയിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് 34.4 ഹരിക്കണം 8 സമം 4.3 എന്ന് എഴുതാം. ഇനി നോക്കൂ, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. ഓരോ വശത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതാം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവാണ് തന്നിട്ടുള്ളത് അല്ലേ? എത്രയാണ്? 12.9 സെൻറ്റിമീറ്റർ. ഇനി എന്താ കാണേണ്ടത്? ഓരോ വശത്തിൻ്റെയും നീളമാണ് കാണേണ്ടത്. അപ്പോൾ നോക്കൂ, സമഭുജ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളാണുള്ളത് അല്ലേ? അപ്പോൾ അതിലത്തെ ഒരു വശത്തിൻ്റെത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ 3 അതായത് 12.9ൻ്റെ 1/3 ഭാഗം കാണുക, അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കുക അല്ലേ? 1/3 ഭാഗം കണ്ടാൽ മതി. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 12.9 ഗുണിക്കണം 1/3 എന്ന് എഴുതാം അല്ലേ? 12.9 ഹരിക്കണം 3 എന്നുള്ളതാണ്. അത് നമ്മൾ എങ്ങനെ എഴുതാം? 12.9 ഗുണിക്കണം 1/3 എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താ ചെയ്യുക? ആ 12.9നെ ഭിന്നസംഖ്യയാക്കിയിട്ട് മാറ്റണം. എന്നിട്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് 12.9നെ ഭിന്നസംഖ്യയാക്കുമ്പോൾ? അംശമായിട്ട് 129 എന്ന് എഴുതുക. ഛേദമായിട്ടോ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറല്ലേ ഉള്ളത്, അതുകൊണ്ട് ഒരു 0, അതായത് 10 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പം 129/10 എന്ന് എഴുതാൻ പറ്റും. 12.9നെ ഭിന്നസംഖ്യ ആക്കുമ്പോൾ എന്താണ്? 129/10 ആണ് അല്ലേ? പിന്നെ അതിനെ 1/3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെ ഗുണിക്കേണ്ടത്? അംശങ്ങൾ പരസ്പരം ഗുണിക്കുക, അതുപോലെ ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക, അങ്ങനെയല്ലേ ഭിന്നസംഖ്യകൾ ഗുണിക്കുക. അപ്പോൾ നോക്കൂ, 129 × 1 എത്രയാണെന്ന് നോക്കുക, അതുപോലെ 10 × 3 എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ എത്ര കിട്ടുന്നത്? 129 × 1 എന്ന് പറഞ്ഞാൽ 129 തന്നെയാണ്. 10 × 3 പറഞ്ഞാൽ 30 ആണ് അല്ലേ? അപ്പോൾ 129/30 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്കതിനൊന്ന് ചെറുതാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് താഴെയുള്ള 30നെയാണ് ചെറുതാക്കേണ്ടത്. അപ്പോൾ അതിൽ 10 എന്ന് വരുന്ന രീതിയിൽ തന്നെ ആക്കുമ്പോൾ 10 × 3 എന്ന് തന്നെ എഴുതാൻ പറ്റൂലേ? അപ്പോൾ 10 × 3 എന്ന് എഴുതി. ഇനി മേലുള്ള 129നെ എന്ത് ചെയ്യാം? 3 വരുന്ന രീതിയിലാണ് ആക്കേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യുക? 129നെ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 129നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 43 എന്ന് കിട്ടൂലേ? അതായത് 43നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക? 129. അപ്പോൾ നമുക്ക് 43 × 3 എന്ന് എഴുതാം. 43 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? 43 പിന്നെ ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ട്, 3 തന്നെ വേണം എന്നുള്ളത്. 3 ആവുമ്പോൾ ബാക്കി എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? 129നെ 3 കൊണ്ട് ഹരിച്ചു നോക്കി. 129നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 43 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 43 × 3 ആണ് എന്ത്? 129 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ അംശമായിട്ട് 43 × 3 എന്ന് എഴുതി, ഛേദമായിട്ട് 10 × 3 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? താഴെ മേലെ 3 ഉണ്ട്, അതുകൊണ്ട് ആ 3 വെട്ടിപ്പോവും. ബാക്കി എന്താ ഉള്ളത്? 43/10 ആണുള്ളത് അല്ലേ? 43/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റി കുത്തിട്ട് കൊടുക്കുക, അതായത് 4.3 എന്ന് കിട്ടുമല്ലോ. യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 4.3 സെൻറ്റിമീറ്ററിന് നമുക്ക് ആൻസർ കിട്ടും. ഒരു വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞത്, ഓരോ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? 4.3 സെൻറ്റിമീറ്റർ വീതമായിരിക്കും ആ ഒരു സമഭുജ ത്രികോണത്തിന്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 16.5 കിലോഗ്രാം അരി 5 പേർക്ക് ഒരുപോലെ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യുക? ആകെ അരിയുടെ അളവ് എന്ന് പറഞ്ഞത് 16.5 കിലോഗ്രാം ആണ് അല്ലേ? അതുപോലെ എത്ര ആളുകൾക്ക് വീതിച്ചു കൊടുത്തത്? 5 ആളുകൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടിയെന്ന് എങ്ങനെയാണ് അറിയുക? 16.5നെ പിന്നെ എന്താ 5 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 1/5 കൊണ്ട് ഗുണിക്കുക അല്ലേ? ഭിന്നസംഖ്യ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വിൽക്രമം ഇട്ടിട്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അത് തിരിച്ചിട്ടിട്ട് ഗുണിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 16.5 ഗുണിക്കണം 1/5 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 16.5നെ ഭിന്നസംഖ്യയാക്കിയിട്ട് മാറ്റണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? 16.5 എന്നുള്ളത് എന്താവും? 165/10 എന്ന് എഴുതാൻ പറ്റൂലേ? എന്താ കാരണം? 165 അല്ല, 16.5 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണുള്ളത്, അതുകൊണ്ടാണത് 10 കൊണ്ട് ഹരിക്കുക എന്നുള്ള രീതിയിൽ എഴുതുന്നത്. അപ്പോൾ 165/10 എന്ന് കിട്ടിയല്ലോ. ഇനി അതിനെ 1/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? അംശങ്ങൾ പരസ്പരം ഗുണിക്കുക, അതുപോലെ ഛേദങ്ങളും പരസ്പരം ഗുണിക്കുക. അംശങ്ങൾ എന്തൊക്കെയാണ്? 165ഉം 1 ആണ് അല്ലേ? അപ്പോൾ 165 × 1 എന്ന് പറഞ്ഞാൽ 165 എന്ന് തന്നെ എഴുതാം. അംശമായിട്ട് 165 എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. താഴെ 10 × 5 ഛേദം 50 എന്നും എഴുതാൻ പറ്റില്ലേ? 10 × 5 50 അല്ലേ? അപ്പോൾ 165/50 എന്ന് കിട്ടി. ഇനി നമുക്കതിനൊന്ന് ചെറുതാക്കണം.
അതിന് വേണ്ടിയിട്ട് ഛേദം നമുക്ക് 10 × 5 എന്ന് തന്നെ എഴുതാം. 10 വരുന്ന രീതിയിലാണ് താഴെ എഴുതേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈസിയാവും. അതിന് വേണ്ടിയിട്ടാണ് 10 × 5 എന്ന് തന്നെ എഴുതി. മേലെ ആ 5 വരുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതായത് 165നെ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 33 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 33 × 5 എന്ന് എഴുതാം. 165നെ നമ്മളൊന്ന് ചെറുതാക്കി എഴുതാം, ഒന്ന് പിരിച്ചെഴുതുകയാണ്. അതായത് 33 × 5 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? ആ 5ഉം 5ഉം വെട്ടിപ്പോവും. മേലെയും താഴെയും ഒരേപോലെ വരുന്ന സംഖ്യകൾ വെട്ടിപ്പോവും. ബാക്കി എന്താ ഉള്ളത്? 33/10 എന്നുണ്ട് അല്ലേ? 33/10 എത്രയാണ്? 3.3 ആണ് അല്ലേ? 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതി. അതായത് 3.3 നമുക്ക് ആൻസർ കിട്ടും. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് അല്ലേ? അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന അരിയുടെ അളവ് എത്രയാണ്? 3 കിലോ 300 ഗ്രാം അല്ലേ? 3.3 കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയ പാത്രത്തിൽ 25.2 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് ഒരേ അളവിൽ 6 ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ചു. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യന്. 25.2ൻ്റെ 6ൽ ഭാഗം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 25.2നെ 6 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതുവരെ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? 25.2 × 1/6 കാണുകയാണ് അല്ലേ? വിൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ്. എന്താ കാരണം? ഭിന്നസംഖ്യ ആയതുകൊണ്ട് തന്നെ നമ്മൾ 25.2നെ ഭിന്നസംഖ്യയാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ 6 കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? 1/6 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? ആകെ വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറഞ്ഞത് 25.2 ലിറ്റർ ആണ്. പിന്നെ അത് ഒഴിച്ചു വെച്ച ചെറിയ പാത്രങ്ങളുടെ എണ്ണ എത്രയാണ്? 6 ഓരോ ചെറിയ പാത്രത്തിലും കൊള്ളുന്ന വെളിച്ചെണ്ണയുടെ അളവ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 25.2 × 1/6 കാണാണ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 25.2നെ ഭിന്നസംഖ്യയാക്കിയിട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 252 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ആയതുകൊണ്ട് 10 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ 252/10 എന്ന് എഴുതാം അല്ലേ? 25.2നെ ഭിന്നസംഖ്യയാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ്? 252/10 എന്ന് കിട്ടും. പിന്നെ അതിനെ 1/6 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? ആദ്യം നമ്മൾ അംശങ്ങൾ ഗുണിക്കുക, പിന്നെ ഛേദങ്ങൾ ഗുണിക്കുക. ഇവിടെ അംശം 252ഉം 1 ആയതുകൊണ്ട് 252 തന്നെയാണ്. പിന്നെ താഴെയുള്ളത് നമുക്ക് ഇനിയും വിഭജിക്കാനുള്ളതാണ് അല്ലേ? അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതെ തന്നെ, അതായത് 252നെ ചെറുതാക്കണം. അപ്പോൾ ആദ്യം താഴെയുള്ള ഛേദം 10 × 6 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാം. 10 വരുന്ന രീതിയിലാണ് നമുക്ക് എഴുതേണ്ടത്. ചോദ്യത്തിന് തന്നെ അങ്ങനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് 10 × 6 എന്ന് ഛേദമായിട്ട് എഴുതാം. അംശം എങ്ങനെയാണ് എഴുതുക? 252 എന്നുള്ളതിന് 6 വരുന്ന രീതിയിലാണ് എഴുതേണ്ടത്. അതായത് 1 6 ആയിരിക്കണം. മറ്റേ സംഖ്യ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 252നെ 6 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 42 എന്ന് കിട്ടും അല്ലേ? 42 × 6 ആണ് എന്ത്? 252 അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? മുകളിലും താഴെയുള്ള 6 വെട്ടിപ്പോവും. ബാക്കി എന്താ ഉള്ളത്? 42/10 എന്നല്ലേ ഉള്ളത്? ഇനി 42നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 42നെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിയ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതി അല്ലേ? പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4.2 എന്ന് കിട്ടൂലേ? 42നെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 4.2 ആണ്. അപ്പോൾ 4.2 ലിറ്റർ ആണ്. ഒരു ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെളിച്ചെണ്ണയുടെ അളവ് എത്രയാണ്? 4.2 ലിറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 33.6 കിലോഗ്രാം അരി 8 പേർ തുല്യമായി വീതിച്ചെടുത്തു. സുജാത തനിക്ക് കിട്ടിയതിനെ 3ആയി ഭാഗിച്ച് ഒരു ഭാഗം റസിയക്ക് കൊടുത്തു. റസിയക്ക് കിട്ടിയത് എത്ര കിലോഗ്രാം ആണ് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണാൻ നോക്കൂ. ആകെയുള്ള അരി എന്ന് പറയുന്നത് 33.6 കിലോഗ്രാം ആണ്. അതിൻ്റെ 8/1 ഭാഗമാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? സുജാതക്ക് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയതിൻ്റെ 3/1 ഭാഗമാണ് റസിയക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ആകെ അരിയുടെ അളവ് സമം 33.6 കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ? അതുപോലെ സുജാതയ്ക്ക് കിട്ടിയ അരിയുടെ അളവ് എത്രയാണ്? 33.6 × 1/8 ആണ്. നമ്മോട് കാണാൻ പറ്റുള്ളത് എന്താണ്? റസിയക്ക് കിട്ടിയ അരിയുടെ അളവാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഒന്നുകിൽ നമുക്ക് സുജാതയ്ക്ക് കിട്ടിയ അരിയുടെ അളവ് എത്രയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിൻ്റെ 1/3 കാണാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നിച്ച് തന്നെ ചെയ്യാം. അതായത് 33.6 × 1/8 × 1/3 കണ്ടാലും മതി. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 33.6നെ ഭിന്നസംഖ്യയാക്കിയിട്ട് മാറ്റണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? അംശമായിട്ട് ആ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ, അതായത് 336 ബൈ ഛേദം എത്രയാണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുള്ളൂ അത്ര പൂജ്യമുള്ളത്, അതായത് 1 അല്ലേ ഉള്ളത്. അപ്പോൾ 10. അപ്പോൾ 336/10 എന്ന് എഴുതിയില്ലേ? ഇനിയോ ഗുണിക്കണം 1/8 × 1/3 എന്ന് തന്നെ എഴുതാം. ഇനി എന്താ ചെയ്യുക? അംശങ്ങൾ പരസ്പരം ഗുണിക്കണം, ഛേദങ്ങൾ പരസ്പരം ഗുണിക്കണം. അപ്പോൾ അംശങ്ങൾ എത്രയൊക്കെയാണ്? 336ഉം 1ഉം 1 ആണ് അല്ലേ? അപ്പോൾ അത് ഗുണിക്കുമ്പോൾ എന്താ കിട്ടുക? 336 എന്ന് തന്നെ കിട്ടും. പിന്നെ ഛേദം എന്തൊക്കെയാണ്? 10 × 8 × 3 ആണ്. അപ്പോൾ നമുക്കത് എഴുതാം. എങ്ങനെ എഴുതുക?
പിന്നെ 336/240 അല്ലേ, 10 × 8 80, 80 × 3 240, അങ്ങനെ 336/240 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് ചെറുതാക്കണം. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഛേദം എന്ത് ചെയ്യുന്നു, 240 അല്ലേ. 240 എന്നുള്ളതിനെ നമുക്ക് 10 വരുന്ന രീതിയിൽ എഴുതിയാൽ എത്രയാണ്, 24 × 10 അല്ലേ. 24 × 10 അല്ലേ 240 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഛേദമായിട്ട് 24 × 10 എന്ന് എഴുതാം. ഇനി അംശമായിട്ട് എന്താ എഴുതേണ്ടത്, 24 വരുന്ന രീതിയിൽ എഴുതണം. അതായത് 336നെ 24 വരുന്ന രീതിയിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്, 24 × എന്ന് എഴുതുക. എന്നിട്ട് ബാക്കി എത്രയാണ് വരുന്നതെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി, 336നെ 24 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 14 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 336നെ നമുക്ക് 24 × 14 എന്ന് എഴുതാൻ പറ്റും. 24 × 14 എത്രയാണ്, 336 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നോക്കൂ, താഴെയും മേലെയും 24 ഉണ്ട്. ആ 24നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്, 14/10 എന്ന് കിട്ടുമല്ലോ. 14നെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 14ൻ്റെ വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക അല്ലേ. അതായത് 1.4 എന്ന് കിട്ടും. അപ്പോൾ 1.4 കിലോഗ്രാമാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7407 ഹരിക്കണം 6 = 1234.5 എന്നത് ഉപയോഗിച്ച് ചുവടെ പറയുന്ന കണക്കുകൾ ഹരിച്ചു നോക്കാതെ പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 740.7 ഹരിക്കണം 6 എന്നാണ് അല്ലേ. 7407 ഹരിക്കണം 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 1234.5 ആണ്. അപ്പോൾ 740.7 ഹരിക്കണം 6 ആണെങ്കിലോ, ആ ഒരു ചോദ്യത്തിലുള്ളതിലേറെ ഒരു പോയിന്റ് ഇതിൽ അധികം ഉണ്ട് അല്ലേ. ചോദ്യത്തിൽ ആദ്യത്തിൽ പിന്നെ നമുക്ക് തന്നതിൽ പോയിന്റുകളൊന്നും തന്നിട്ടില്ല, ഉത്തരത്തിൽ മാത്രമേ പോയിന്റ് ഉള്ളൂ. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ്, പോയിന്റ് ഉണ്ട്, ചോദ്യത്തിൽ തന്നെ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എന്താവും, ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയിടണം അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 123.45 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തത് എന്താണ്, 74.07 ഹരിക്കണം 6 എന്നാണ് അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, ആ 1 2 3 4 5 എന്ന് എഴുതുക. പിന്നെ ആൻസറിലുള്ള ആ ഒരു പോയിന്റ് ഓൾറെഡി അതിലുണ്ട്, അപ്പോൾ അതിന് മാറ്റമില്ല. അതിൻ്റെ കൂടെ ചോദ്യത്തിലുള്ള 2 പോയിന്റും കൂടെ ഏറെ വേണം, 2 സ്ഥാനം കൂടെ ഏറെ ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 12.345 എന്നാണ് വേണ്ടത്. വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ മാറ്റി കുത്തിടുന്നത്. അപ്പോൾ 12.345 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 7.407 ഹരിക്കണം 6 എന്നാണ് അല്ലേ. അപ്പോൾ അതിനും 1 2 3 4 5 എന്ന് തന്നെ എഴുതുക. എന്നിട്ടോ പിന്നെ പോയിന്റിൻ്റെ ഇത് എവിടെ കൊടുക്കേണ്ടത്, ആ ഒരു ആൻസർ കിട്ടുന്ന അതിൽ 1 ഉണ്ട്, പിന്നെ നമ്മളിപ്പോൾ തന്നിട്ടുള്ള ആ ചോദ്യത്തിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 4 സ്ഥാനം മാറ്റിയിട്ട് വേണം നമ്മൾ കുത്തിട്ട് കൊടുക്കാൻ. അപ്പോൾ 1.2345 എന്നാണ് ആൻസർ എഴുതേണ്ടത്. ഇനി അടുത്തതോ, 0.7407 ഹരിക്കണം 6 എന്നാണ് അല്ലേ. അപ്പോൾ ഇതിലും 1 2 3 4 5 എന്ന് എഴുതുക. എന്നിട്ട് എത്ര സ്ഥാനം വേണം, ചോദ്യത്തിലുള്ള 4 എണ്ണം പിന്നെ ഉത്തരത്തിൽ വരുന്ന 1 കൂടെ കൂട്ടിയിട്ട് 5 സ്ഥാനം വേണം. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആ 1ൻ്റെ മുമ്പിൽ വേണം പോയിന്റ് ഇട്ട് കൊടുക്കാൻ. അതായത് 0.1234 എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 0.07407 ഹരിക്കണം 6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 2 3 4 5 നമ്മൾ എഴുതുക. എന്നിട്ട് എത്ര സ്ഥാനമാണ് വേണ്ടത്, പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കൂ, ആ ചോദ്യത്തിലുള്ള 5 എണ്ണം ഉണ്ട്, പിന്നെ നമുക്ക് ഉത്തരത്തിൽ എഴുതാൻ ഓൾറെഡി ഉള്ള 1 ഉണ്ട് അല്ലേ. അപ്പോൾ 5 1 6 എണ്ണം വേണം. ഇവിടെ നമുക്ക് 5 നമ്പർ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1ൻ്റെ ബാക്കിലായിട്ട് 1ൻ്റെ പിറകിലായിട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.01234 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.